നിമിഷപ്രിയയുടെ മോചനത്തിൽ വലിയ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയത് ശരിയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് തലാൽ ആക്ഷൻ കൗൺസിലും. അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടവരാണ് തലാൽ ആക്ഷൻ കൗൺസിൽ. ഇപ്പോൾ തലാൽ ആക്ഷൻ കൗൺസിൽ തന്നെ കൊല്ലപ്പെട്ട തലാലിന് വേണ്ടി തലാലിന് നീതി കിട്ടണം എന്നാവശ്യപ്പെട്ടിരുന്ന തലാൽ ആക്ഷൻ കൗൺസിൽ തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടായതായാണ് തലാൽ ആക്ഷൻ കൗൺസിൽ പറയുന്നത്. വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുന്ന തലാൽ ആക്ഷൻ കൗൺസിലിന്റെ വക്താവായ സർഹാൻ ഷംസാൻ അൽ വിസ്വാബിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഫേസ്ബുക്ക് വീഡിയോയും അദ്ദേഹം ഇതോടൊപ്പം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യമനിൽ ചർച്ച നടക്കുന്നില്ലെന്ന് തലാലിന്റെ സഹോദരൻ പറയുന്നത് കള്ളമാണെന്നാണ് വിസ്വാബി പറയുന്നത്. കാന്തപുരത്തിന്റെ പ്രതിനിധി സൂഫി പണ്ഡിതനാണ് ചർച്ച നടത്തുന്നത് എന്ന കാര്യവും തലാൽ ആക്ഷൻ കൗൺസിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വധശിക്ഷ വേണമെന്നാണ് ആഗ്രഹം എന്ന കാര്യവും ഇദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും ചർച്ചയിൽ ധാരണയായി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല എന്നുമാണ് ഫേസ്ബുക്ക് വീഡിയോയിൽ യമൻ ആക്ടിവിസ്റ്റ് കൂടിയായ വിസ്വാബി പറയുന്നത്. അതായത് നേരത്തെ കാന്തപുരവും സൂഫി പണ്ഡിതനും ചേർന്ന് ഇത്തരത്തിലൊരു മധ്യസ്ഥ ശ്രമം നടത്തുന്നില്ല എന്നായിരുന്നു തലാലിന്റെ സഹോദരൻ പറഞ്ഞിരുന്നത്. കള്ളമാണ് യമനിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്നും പറഞ്ഞിരുന്നു. പക്ഷേ നേരത്തെ തന്നെ കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചതാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുവാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെന്ന്. ഇതിനെ സ്ഥിരീകരിക്കുന്നത് ഇപ്പോൾ വധശിക്ഷ വേണമെന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് എന്ന കാര്യം ഇപ്പോൾ കാന്തപുരത്തിന്റെ ഓഫീസിന്റെ വിശ്വാസ്യത കൂട്ടിയിരിക്കുകയാണ്. യമനിൽ നടക്കുന്ന ചർച്ചകൾ പോസിറ്റീവാണ് എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. MS അനീഷ് കുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണല്ലോ. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ് കാന്തപുരത്തിന്റെ ഓഫീസിനെ ഇക്കാര്യത്തിൽ വിശ്വസിക്കാം. ചർച്ചകൾ നടക്കുന്നുണ്ട് യമനിൽ. ആ ചർച്ചയിൽ വധശിക്ഷ വേണ്ട എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ഇനി കോടതിയിൽ നിന്നുള്ള ഒരു അറിയിപ്പുണ്ടായാൽ മാത്രം മതിയെന്ന്. പക്ഷേ അതേ സമയത്ത് തന്നെയാണല്ലോ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ്റെതായുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നത്. അതിൽ അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും വധശിക്ഷയ്ക്ക് പുതുക്കിയ ഡേറ്റ് തീരുമാനിക്കണമെന്ന് പറഞ്ഞതായുമുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വധശിക്ഷ വേണമെന്ന് പറയുന്ന ആളുകൾ തന്നെ അവിടെ വധശിക്ഷ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതോടുകൂടി കാന്തപുരത്തിന്റെ ഓഫീസ് പറയുന്നതിനെ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നത് തന്നെയാണല്ലോ. തീർച്ചയായും മഞ്ജുഷ, നമ്മൾ ഈ കേരളത്തിൽ ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് മോചന ശ്രമങ്ങൾ തുടരുന്നു. അതുപോലെ തന്നെയാണ് തലാലിന്റെ കുറ്റവാളിക്ക് അല്ലെങ്കിൽ തലാലിനെ കൊന്നയാൾക്ക് ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് അവിടെയും ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടായിരുന്നു. തലാൽ ആക്ഷൻ കൗൺസിൽ ഇതിന്റെ ഒരു സ്പോക്ക് പേഴ്സൺ, ഒരു ഔദ്യോഗിക വക്താവായി തന്നെ നിലനിന്ന ആളാണ് അൽ ബിസ്വാബി. അദ്ദേഹം എല്ലാ കാലത്തും ഈ വധശിക്ഷ നടപ്പിലാക്കണമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയ വ്യക്തിയാണ്. ഇപ്പോഴും ഒരു ഇരയ്ക്ക് നീതി ലഭിക്കണമെന്ന അർത്ഥത്തിൽ വധശിക്ഷ നടപ്പിലാക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ യമനിൽ പണ്ഡിതന്മാർ ഇടപെട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ, മധ്യസ്ഥ ശ്രമങ്ങൾക്കൊടുവിൽ വധശിക്ഷ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം ഒന്നുകൂടി അടിവരയിട്ട് വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ലൈവിൽ. നേരത്തെ തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കിയിരുന്നത് ഈ കാന്തപുരത്തിന്റെ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ യമനി പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നില്ല, വധശിക്ഷ റദ്ദാക്കിയെന്നുള്ള ഉത്തരവ് വ്യാജമാണ്, പുതുക്കിയ വധശിക്ഷാ തീയതി പ്രഖ്യാപിക്കുന്നതിനായി താൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്, മറ്റൊരു തരത്തിലും കുടുംബവുമായി ആരും ഇടപെട്ടിട്ടില്ല എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ അക്കാര്യങ്ങളൊക്കെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ബിസ്വാബിയുടെ ഫേസ്ബുക്ക് ലൈവ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായി തന്നെ ഇതുവരെ നടന്ന ഇടപെടലുകൾ പറയുന്നു. വധശിക്ഷ എന്നത് ഉണ്ടാവില്ല എന്ന നേരത്തെ കാന്തപുരത്തിന്റെ ഓഫീസ് അടക്കം വ്യക്തമാക്കിയിരുന്ന, യമനിൽ നിന്നും പുറത്തു വന്ന റിപ്പോർട്ടുകളിലടക്കം വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം അദ്ദേഹം ഒന്നുകൂടി അടിവരയിട്ട് പ്രഖ്യാപിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഒപ്പം ഈ വധശിക്ഷ നടപ്പിലാക്കണമെന്ന ആഗ്രഹമാണ് തനിക്കുള്ളതെങ്കിൽ പോലും അത് ഇപ്പോഴും നടക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്ന് പറയുന്നു. ഒപ്പം ഈ തലാലിന്റെ സഹോദരൻ പുറത്തുവിടുന്ന രേഖകൾക്ക് ഒന്നും ഒരു ആധികാരികതയുള്ള രേഖകളല്ല, അത് പലതും വ്യാജരേഖകളാണ്. കേരളത്തിൽ നിന്നടക്കം ഈ തലാലിന്റെ സഹോദരനുള്ള വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും വധശിക്ഷ റദ്ദായിട്ടുണ്ട് എന്ന അദ്ദേഹത്തിന്റെ പരാമർശം തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായി മാറുന്നത്. ഒപ്പം ഈ സൂഫി പണ്ഡിതരുടെ ഇടപെടലുകൾ ഇക്കാര്യത്തിലേക്ക് നയിച്ചു, അല്ലെങ്കിൽ ഈ വധശിക്ഷ റദ്ദാക്കുന്നതിലേക്ക് നയിച്ചു എന്നും അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നു. നേരത്തെ പല ഘട്ടത്തിലും
ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അനിശ്ചിതത്വത്തിലാണ്. അവിടെ ഇപ്പോഴും വധശിക്ഷയുടെ ഒരു മുൻപിൽ തന്നെയാണ് നിമിഷപ്രിയ ഉള്ളതെന്നൊക്കെ ചൂണ്ടിക്കാട്ടിയും ചില വിവരങ്ങളൊക്കെ വന്നിരുന്നു. അന്നും ഈ കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നത് ഇക്കാര്യത്തിൽ അർദ്ധശങ്കയ്ക്കിടമില്ല, വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കോടതിയിൽ നിന്നും അല്ലെങ്കിൽ കോടതി അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളിലാണ് ഇനി ചർച്ചകൾ അവശേഷിക്കുന്നത്. ഒന്ന്, എന്താണ് ഇനി നിമിഷപ്രിയയ്ക്ക് നൽകേണ്ട ശിക്ഷ? ഒരുപക്ഷെ ജീവപര്യന്തം തടവാം, ജീവിതാവസാനം വരെ തടവാം. അത്തരത്തിലുള്ള ശിക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു വശത്ത്. മറുവശത്ത് ദിയാദനം സ്വീകരിച്ച് കുടുംബം ഇവരെ വെറുതെ വിടുക, അതായത് മുസ്ലിം നിയമപ്രകാരമൊക്കെ ഉള്ള ഇത്തരത്തിൽ ഇളവ് നൽകുക എന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നു. അതിൽ ഈ രണ്ട് ചർച്ചകളുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇക്കാര്യം കാന്തപുരത്തിന്റെ ഓഫീസ് നേരത്തെ പറഞ്ഞപ്പോഴും അതിൽ വിശ്വാസത്തിൽ എടുക്കാതെ ഇത് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നില്ല, വധശിക്ഷ ഉണ്ടാവും എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തള്ളിപ്പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. സർഹാൻ ഷംസാൻ അൽ ബിസ്വാബി, അദ്ദേഹം യമൻ ആക്ടിവിസ്റ്റ് ആണ്. അദ്ദേഹം വധശിക്ഷ വേണം എന്നാവശ്യപ്പെട്ടിരുന്നയാളാണ്. പക്ഷേ ഈ വീഡിയോയിൽ പറയുന്നത് അവിടെ ഒരു ധാരണയായിട്ടുണ്ട്, വധശിക്ഷ വേണ്ട എന്ന്. സൂഫി പണ്ഡിതനുമായുള്ള ചർച്ചയിലാണ് അങ്ങനെ ഒരു ധാരണയായത്. വധശിക്ഷ വേണമെന്നാണ് തൻ്റെ ആഗ്രഹം, പക്ഷേ അത് നടപ്പിലാവുകയില്ല എന്നാണ് പറയുന്നത്. അതായത് തലാലിൻ്റെ സഹോദരൻ, കൊല്ലപ്പെട്ടയാളുടെ സഹോദരൻ പറയുന്നത് വധശിക്ഷ നടപ്പാകും എന്നാണ്, അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നാണ്. ചർച്ചകളൊന്നും ഇല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സർഹാൻ ഷംസാൻ അൽ ബിസ്വാബിയുടെ ഈ വീഡിയോ വരുന്നത്. ഇപ്പോൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഇതിപ്പോൾ സ്ഥിരീകരിക്കുന്ന വാർത്തകൾ നേരത്തെയും ഉണ്ടായിരുന്നു, അത് കാന്തപുരത്തിന്റെ ഓഫീസ് തന്നെ സ്ഥിരീകരിച്ചതാണ്. പക്ഷേ എതിർ പ്രചാരണങ്ങൾ ശക്തമായിരുന്നുവല്ലോ. ഇപ്പോൾ തലാൽ ആക്ഷൻ കൗൺസിൽ തന്നെ ഇങ്ങനെ സ്ഥിരീകരണം നടത്തുമ്പോൾ പിന്നെ അതിൽ ഒരു സംശയത്തിനും ഇടയില്ലല്ലോ. മഞ്ജുഷ്, തീർച്ചയായും താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തലാലിന്റെ സഹോദരന്റെ നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ വ്യക്തിപരമായി ബന്ധപ്പെട്ടിരുന്നതാണ്. അന്നെല്ലാം ഞങ്ങൾ സ്വീകരിച്ചിരുന്ന നിലപാട് ഇതിനകത്ത് ഞങ്ങൾക്ക് കൂടുതലായൊന്നും പറയാനില്ല. കാരണം ഞങ്ങൾ വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ ഓഫീസാണെങ്കിലും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണെങ്കിലും ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടാണ്. ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകളുടെ ഭാഗമായി നിമിഷപ്രിയയുടെ വധശിക്ഷ വേണ്ടെന്ന് വെക്കുന്ന തീരുമാനത്തിലേക്ക് അവിടെ ഒരു തീരുമാനം എത്തിയിട്ടുണ്ട് എന്നും അക്കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ചില സാങ്കേതികമായുള്ള ചില തടസ്സങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം ഇതിനകത്ത് ഇപ്പോൾ 2-3 ഗ്രൂപ്പുകൾ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും കാന്തപുരവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നടത്തുന്നു. ഞങ്ങളുടെ ഇടപെടലിന്റെ ഭാഗമായി കാന്തപുരത്തിന്റെയും സൂഫി പണ്ഡിതന്മാരുടെയും ഇടപെടലിന്റെ ഭാഗമായി ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ഉൾപ്പെടെയുള്ള താൽക്കാലികമായി നിർത്തിവെക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ വധശിക്ഷ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതേസമയം ഇതിനിടയ്ക്ക് നേരത്തെ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ നിമിഷയുടെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകളുള്ള ഈ പറയുന്ന സാമുവൽ ജോറാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണുള്ളത്. അപ്പൊ സ്വാഭാവികമായും ഈ കാര്യങ്ങൾക്കകത്ത് ഒരു എൻഡോഴ്സ്മെന്റ്, ഈ കാര്യങ്ങൾക്കകത്ത് ചർച്ച ചെയ്ത് ഇക്കാര്യങ്ങൾ ഒപ്പിടേണ്ടതും മറ്റു കാര്യങ്ങളും കുടുംബങ്ങൾ തമ്മിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അമ്മ മറ്റൊരു വിഭാഗത്തിന്റെ കൈകളിലാണ് എന്നുള്ളത് കൊണ്ടുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനകത്ത് പൂർണ്ണമായും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു, ഞങ്ങൾ അക്കാര്യം കേരളീയ സമൂഹത്തിന് മുമ്പിൽ ശ്രീ കാന്തപുരം തന്നെ ഒരു ഒരു ഇംഗ്ലീഷ് മാധ്യമത്തോട് അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയതാണ്. പക്ഷെ ആ സമയത്തും അതിനെ ഖണ്ഡിച്ചുകൊണ്ട് എതിർവാദങ്ങൾ വരികയാണല്ലോ ശ്രീ സുഭാഷ് ചന്ദ്രൻ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പോഴും അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്? മഞ്ജുഷ്, തീർച്ചയായും ഏറ്റവും നമ്മുടെ ഈ കാര്യങ്ങളുടെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും ന്യൂസ് 18 ഉൾപ്പെടെ ഞാൻ വന്ന് ചർച്ച ചെയ്ത് നിങ്ങളുടെ 8 മണിക്കുള്ള ബുള്ളറ്റിനകത്ത് നമ്മൾ 1-2 ദിവസങ്ങൾ ചർച്ച ചെയ്തതാണ്. എങ്ങനെയാണ് കേരളീയ സമൂഹം അല്ലെങ്കിൽ ഒരു മലയാളി പെൺകുട്ടിയുടെ വധശിക്ഷയോട് ഒരു വിഭാഗം, ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി പ്രതികരിക്കുന്നത് അത്രയ്ക്ക് വളരെ മോശമായ രീതിയിൽ അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന രീതിയിൽ, അവർക്ക് വധശിക്ഷയിൽ നിന്ന് മരണത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള അവസരം ഉണ്ടാകുന്ന സമയത്ത് പോലും അതിനെതിരെ കല്ലെറിയുന്ന ഒരു പറ്റം ആളുകളുള്ള ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറുന്നു. അത്തരത്തിലുള്ള നിലപാടെടുത്തിരുന്ന ആൾ തന്നെയാണ് സ്വാഭാവികമായും തലാലിന്റെ കുടുംബം എന്ന് പറയുന്നത്, തലാലിന്റെ സഹോദരൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ ദുഃഖം അനുഭവിച്ചിട്ടുള്ള അദ്ദേഹം ഇതിനകത്തൊരു വിക്റ്റിമാണ്. അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. തുടക്കം മുതൽ